ശിവകാമിയുടെ ആത്മഹത്യയും ഞങ്ങളുടെ എടുത്തുചാട്ടവും സിമ്മന്റെ മരണത്തിലേക്ക് എത്തിക്കുന്ന ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വിദ്യാഭ്യാസ കച്ചവടം നടത്തിയിരുന്ന സിമ്മന്റെ മരണം അവിടുത്തെ പല തീവ്രവാദി ഗ്രൂപ്പുകളും ആഗ്രഹിച്ചിരുന്നെങ്കിലും തീരെ പ്രതീക്ഷിക്കാതെ ആ കുരുക്കിൽ ചെന്നുപെട്ട ഞങ്ങളായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ 5 പേരും സ്റ്റേഷനിൽ കീഴടങ്ങാൻ തീരുമാനിച്ചത്. പക്ഷേ என்ன வேணும்? எஸ்ஐ சாரை பார்க்கணும். எதுக்கு? ஒரு கம்ப்ளைண்ட் கொடுக்கணும். சார் என்ன என்னடி? ക്രൂരമായ മർദ്ദനങ്ങൾക്കിടയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ ഗ്രീൻ റെവല്യൂഷൻ എന്ന സംഘടനയുടെ ലക്ഷ്യം ഞങ്ങളിലൂടെ അവരുടെ സംഘടനയുടെ വളർച്ചയായിരുന്നു. അങ്ങനെ ആ സംഘടനയുടെ നേതൃനിരയിലേക്ക് ഞങ്ങൾ വളരെ പെട്ടെന്ന് എത്തപ്പെടുകയായിരുന്നു. പിന്നീട് സിമ്മന്റെ അനുജനായ രാജസിമ്മന്റെ ഊഴമായിരുന്നു. മാധ്യമങ്ങളിൽ ഞങ്ങളുടെ ഫോട്ടോസും വാർത്തകളും നിറഞ്ഞു നിന്നപ്പോൾ തൻ്റെ സഹോദരനെ കൊന്ന ഞങ്ങൾക്കെതിരെ കരുക്കൾ നീക്കാൻ തണ്ടർബോൾട്ടിലെ സീനിയർ ഉദ്യോഗസ്ഥനായ രാജസിമ്മന് വളരെ എളുപ്പമായിരുന്നു. It's okay. Okay. Leave him. നീ പോ. അങ്ങനെ സിമ്മൻ കേസ് ഏറ്റെടുത്തു. കൈ കിട്ടിയിട്ടും രാജസിമ്മന്റെ എൻകൗണ്ടർ അത് ഞങ്ങളുടെ സംഘടനയെ ഒരു പുതിയ തീരുമാനത്തിലെത്തിച്ചു. ലീഡർഷിപ്പിലുള്ളവർ നഷ്ടപ്പെട്ട അത് സംഘടനയെ ബാധിക്കുന്ന ഉറപ്പായപ്പോൾ ഞങ്ങളെ താൽക്കാലിക ഷെൽട്ടറായി കേരളത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഞങ്ങളെയും കാത്ത് ചെല്ലപ്പെട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നിരുന്ന പോലീസുകാർക്ക് പിടികൊടുക്കാതെ ഈ കാടിനുള്ളിലേക്ക് ചാടാനുള്ള നിർദ്ദേശം ലഭിച്ചതും സംഘടനയിൽ നിന്ന് തന്നെയാണ്. ഇനി അവശേഷിക്കുന്ന ഞാനും ശ്രാവണും മാത്രം. അവൻ ഈ കാട്ടിലെവിടെയോ ഉണ്ട്.
എടിയേ പൊങ്ങുന്ന പൊങ്ങല് കണ്ടില്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കളിപ്പാട്ടം വരെ പൊങ്ങി തുടങ്ങി. അല്ല സാർ, ഈ സാധനം നമുക്കൂടെ ഒരെണ്ണം കിട്ടും? എന്തിന്? എൻ്റെ വീടിനടുത്തൊരു കൊളക്കടവുണ്ടായിരുന്നു. Kiran, what's this? No idea, sir. Kiran, send a few here and a few of them there. Okay, sir. Come on, boys, sir. ഇന്നേതായാലും കാട്ടിപ്പോട്ടെ. ഇടോ നിർത്താൻ പറയടോ. എന്ത് ഇടോ നിർത്താൻ? ആരോട് ചോദിച്ചിട്ട് ഇതൊക്കെ? എന്നോട് ചോദിച്ചു. താനാരാ? ഫോറസ്റ്റ്. പാവപ്പെട്ടവരുടെ നെഞ്ചത്ത് കയറിയിട്ട് അവന്മാരങ്ങ് പോകും. സമാധാനം പറയണ്ട ഞാനാ. ഇവിടെ കിടന്ന് വട്ടം കറക്കാതെ കാട്ടിലോട്ട് കയറാൻ പറയടോ. ഞാനോ? പിന്നെ ഞാന് കൂട്ടി എഴുന്നേൽപ്പിച്ചോണ്ട് വന്നത് താനല്ലേ? പോയി പറയടോ. ചെകുത്താനും കടലിടയപ്പെട്ട പോലെ ആരോടോ ചെകുത്താൻ? ഞാൻ പോയി പറയാൻ. ഏതമ്മാവും വന്നാലും അമ്മായിക്ക് ഉറക്കില്ല. ഏതമ്മായി? ഫോറസ്റ്റ് உள்ள போகிறதுக்கு அங்கே இருந்து அப்படின்னா உள்ள நடந்து தான் போகணுமா? ஆமா சார். സാർ മാറിക്കട. സാർ വിളിക്കുന്നു. என்ன விஷயம் சார்? I'm coming. கிரண், സോ உள்ள போறதுக்கு அரேஞ்ச் பண்ணு. ഓക്കേ സർ. പുറകെ വാടാ. സാർ എന്താണ് ഈ കാണിക്കുന്നത്? പാവങ്ങളാണ് ഇവർ. ആന ഇറങ്ങിയാലും ഭൂകമ്പം വന്നാലും മലയിടിഞ്ഞാലും അനുഭവിക്കുന്ന ഈ പാവങ്ങളാ. ഇപ്പൊ തന്നെ ആവശ്യത്തിലേറെ അനുഭവിക്കുന്നുണ്ട്. ഇനി സെർച്ച് എന്ന് പറഞ്ഞുകൂടി അവരെ ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ സാർ ഉദ്ദേശിക്കുന്ന ഏരിയ ഇവിടെ അല്ല, അതിനീ മേളില. I know. ஒரு வாரமாவே அவங்க இந்த காட்டுக்குள்ள இருக்காங்க. ஊருக்காரங்களோட சப்போர்ட் இல்லாம 3 நாளைக்கு மேல இருக்க முடியாது. அது சில பேரா பல பேரா இல்ல ஒருவனா? You got it? നീയാണ് പെരിയ തീവ്രവാദി? സത്യത്തിൽ നീ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്തത് നീ തന്നെ? പേടി തോന്നുന്നില്ലേ? അട്ടേനെ അത് നിന്നെ? അതല്ല, ഞാൻ ഒരു ബാധ്യതയായല്ലേ.
ഇയാൾക്ക് ഇയാളുടേതായ ഒരു ലോകമുണ്ട്. ഈ കാടും നാടും. ഇയാൾ പൊക്കോ. എന്താ ഓടിയേ? എവിടെ പോയി തീവ്രവാദമൊക്കെ? എന്തൊക്കെയായിരുന്നു എൻ്റെ ലോകം, നിന്റെ ലോകം, ഒറ്റയ്ക്കുള്ള ജീവിതം? അതെ, ഞാനൊരു കാര്യം പറയാം. താത്വികമായിട്ടുള്ളൊരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നുവെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. റാഡിക്കലായിട്ടുള്ളൊരു മാറ്റമല്ല. അതാണ്. എവിടെയായിരുന്നു നീ? കുറെ ആയി നിന്നെ ഞാൻ അന്വേഷിക്കുന്നു. നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇവനെ പോലെ ഉള്ളവനെയൊക്കെ വെച്ചിട്ട് ഈ പണി ചെയ്യാൻ കഴിയില്ലെന്ന് നിനക്കറിഞ്ഞൂടെ? മരം വെട്ടാൻ വാക്കത്തി ചോദിച്ചപ്പോ ചോറ്റുപാത്രം എടുത്ത് കാണിച്ചവനാ ഇവൻ. ഞാൻ വിചാരിച്ചു സാറ് ചോറുണ്ണാൻ പറഞ്ഞായിരിക്കുമെന്ന്. ഇന്നലെ അവസാന മെയിൽ വരുന്നവരെ തീയായിരുന്നു മനസ്സിൽ. എന്റെ ശിഖാമണി, നീ എന്തെങ്കിലും ഒന്ന് പറ. ജയന്തി വരാറായി. ഏത് ജയന്തി? ഏതായാലും നീ ഉദ്ദേശിക്കുന്ന ജയന്തി അല്ല. കണ്ടോ, ഇതാണ് അവസ്ഥ. ഇവനെയൊക്കെ വെച്ച് ഞാൻ എന്ത് ചെയ്യാന്? എടാ മണ്ട, അതൊരു ട്രെയിനാ. പുതിയതോ? ഓടാ. അല്ല അല്ല നിന്നേ. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തായാലും എന്നോട് പറ. ഒരു ദിവസം പോലും ലീവ് എടുക്കാത്തവനാ നീ. നിനക്ക് മടുത്തോ?